കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു. Welcomed more than 155 students into various classes. Let us give them a warm and heartfelt welcome as they begin a new chapter of learning, friendship and discovery with us. May their journey be filled with knowledge, happiness and success. Every child begins the journey with a single letter, and every letter opens the door to knowledge. One of the most 2026-27 അധ്യയന വർഷാരംഭത്തിലെ പ്രവേശനോത്സവം കായംകുളം കിറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധത കൂടി ഉള്ളവരാവണമെന്നും മാതൃകാ വിദ്യാർത്ഥികളെ നാടിന് സംഭാവന ചെയ്യുന്ന കിറ്റ് സ്കൂളിന്റെ പ്രവർത്തനം അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ ജീവിതത്തിന്റെ അവസാന ദിവസം വരെ കൊണ്ടുപോകണം. നമ്മുടെ സ്കൂൾ എന്നത് ഒരു സ്നേഹത്തിന്റെ കേന്ദ്രമായി മാറണം. അധ്യാപകർ എന്നത് നമ്മുടെ വഴികാട്ടികളും അതോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കളും ആയി മാറണം. ഞാൻ കുറച്ചു കാലം മുമ്പ് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലെ ഒരു സംഭവം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ജോർജ് വാഷിങ്ടൻ്റെതാണെന്ന് തോന്നുന്നു. ഒരു കത്ത്. ജോർജ് വാഷിങ്ടൺ അദ്ദേഹത്തിന്റെ മകനെ ആദ്യമായി സ്കൂളിൽ വിടുന്ന ദിവസം അദ്ദേഹം ഒരു കത്തെഴുതി ഒരു കവറിലിട്ട് സ്കൂളിലെ അധ്യാപകന് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ സാധാരണഗതിയിൽ അത്തരം ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു കത്തെഴുതി സ്കൂളിലെ ടീച്ചറിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ് അർത്ഥമാകുന്നത്? നമ്മൾ കരുതുന്ന ഒരു പ്രിവിലേജിന് വേണ്ടി കൊടുക്കുന്നു എന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ എൻ്റെ മകനാണ്, എൻ്റെ മകനെ നല്ല രീതിയിൽ നോക്കിക്കൊള്ളണം, അവനൊരു പ്രാധാന്യം കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു ശുപാർശ കത്ത് എന്ന തരത്തിലാണ് നമ്മളതിനെ കാണുന്നത്. പക്ഷെ അത്തരം ഒരു കത്തായിരുന്നില്ല അത്. ആ കത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എൻ്റെ മകനെ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ എൻ്റെ കുഞ്ഞിനെയും നോക്കണം. PTA പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് വൈസ് ചെയർമാൻ എച്ച് സിയാദ്, ജനറൽ സെക്രട്ടറി എസ് മുജീബ് റഹ്മാൻ, മാനേജർ എ നാസർ, സെക്രട്ടറി ഇ സക്കീർ, പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ഷഹന, PWD എഞ്ചിനീയർ എ ഷാഹിർ, പ്രിൻസിപ്പൽ സിബിച്ചൻ മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഷീബ, സ്റ്റാഫ് സെക്രട്ടറി SR ഷെഹിന, അബ്ദുൾ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രഖ്യാപനവും സൈബർ സെക്യൂരിറ്റി പ്രതിജ്ഞയും നടന്നു. കുട്ടികളുടെ കലാപരിപാടികളും അധ്യാപകരുടെ പുതുവർഷ സ്വാഗതഗാന വിരുന്നും നടന്നു. പരിപാടികൾക്ക് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് ക്വാളിറ്റി, ഒ അബൂബക്കർ, എ മഹ്മൂദ്, അഷ്റഫ് കാവേരി, നസീർ ഹമീദ്, സക്കീർ പൊന്നാരം, സീനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.